ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കുഞ്ഞു വാവന്മാർക്ക് കൊടുക്കാനായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂചി ഗോതമ്പിൻ്റെ ഉപ്പുമാവാണ് നമ്മളിവിടുന്ന് കാണാൻ പോകുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള സൂചി ഗോതമ്പ് എടുത്ത് നല്ലോണം കഴുകി നമുക്ക് ഒരു അരമണിക്കൂർ ഇത് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. പിന്നെ വേണ്ടുന്നത് ഈ ക്യാരറ്റ്, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളിയും സവാളയുമാണ്. ഇതെല്ലാം ചെറുതായിട്ട് അരിയാം. പിന്നെ പച്ചമുളകിൻ്റെ അരി കളഞ്ഞിട്ട് അതിൻ്റെ പുറം ഭാഗം മാത്രം എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എരിവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു അല്പം കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയം കൊണ്ട് സൂചി ഗോതമ്പ് നല്ലോണം സോക്കായി വന്നിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ കടുക് ചേർത്തു. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെറുതായി അരിഞ്ഞ സവാളയും ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റാം. പിന്നെ പച്ചമുളകും കൂടെ ഞാൻ ഈ അവസരത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴന്നു വന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ചെറുതായി ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. നമ്മൾ പിന്നീട് ഇത് സൂചി ഗോതമ്പിനൊപ്പം കുക്കറിൽ നല്ലോണം വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. പിന്നെ ഈ സൂചി ഗോതമ്പിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പ്രോട്ടീൻസും ഫൈബറും ഒക്കെ ഒരുപാട് ലഭിക്കും. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, വലിയ ആൾക്കാർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ട് വലിയ ആൾക്കാർക്കും ഇതേപോലെ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടും. ഇനി നമുക്ക് നമ്മുടെ വഴന്ന് വന്നിരിക്കുന്ന വെജിറ്റബിൾസിലേക്ക് സൂചി ഗോതമ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒരു അരമണിക്കൂറോളം ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ അത് പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി അതും കൂടെ ഒന്ന് ചേർത്തിട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് പോരാ എന്നുണ്ടെങ്കിൽ ഒരല്പം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഒരു 3 അല്ലെങ്കിൽ 4 വിസിൽ മതി. ഇപ്പം എത്ര വേണം ഇൻഗ്രീഡിയൻറ്റ് എന്നൊക്കെയുള്ളത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. ഇനി ഇത് നമുക്കൊന്ന് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് അടച്ച് വയ്ക്കാം. എന്നിട്ട് ഒരു 4 വിസിൽ ഞാനിവിടെ കേൾപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സൂചി ഗോതമ്പ് ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ വളരെ ഹെൽത്തിയും അതേപോലെ തന്നെ നല്ല ഈസിയും ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാവരും ഉണ്ടാക്കി സെർവ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലുള്ള നല്ല വീഡിയോസായിട്ട് ഇനിയും കാണുന്നവരേക്ക് ബൈ ബൈ.